ചൗസട്ട് യോഗിനി ക്ഷേത്രം മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയുള്ള വേഡാഘാട്ടിൽ നർമ്മദാ നദിയുടെ തീരത്തായി ഒരു കുന്നിൻ മുകളിലാണ് ചൗസട്ട് യോഗിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗോലാക്കി മഠം എന്നും ഇതറിയപ്പെടുന്നു. വൃത്താകൃതിയിലുള്ള ലോഡ്ജ് എന്നാണ് ഗോലാക്കി മഠത്തിന്റെ അർത്ഥം. ഇന്ത്യയിലെ ഒരു പ്രശസ്തവും അതിപുരാതനവുമായ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ക്ഷേത്രത്തിലേക്ക് എത്താൻ ഏകദേശം 108 പടികൾ കയറണം. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ 2 സൈഡിലും ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ, നല്ല തണുത്ത കാറ്റ്, ഇടയ്ക്കിടെയുള്ള പക്ഷികളുടെ കളകളാരവങ്ങൾ, ഇതെല്ലാം ചേർന്ന് നമ്മെ ഒരവിസ്മരണീയമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ശബ്ദമല്ല, ശാന്തതയാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ കാറ്റും മരങ്ങളും വരെ ഏതോ പ്രാചീനതയുടെ കഥ പറയുന്നവയാണ്. 108 പടികൾ പിന്നിട്ട ശേഷം മുകളിലേക്ക് എത്തുമ്പോൾ മനസ്സാകി നിറയുന്ന അഗാധമായൊരു ശാന്തത. മുൻവശത്ത് തുറന്നു കിടക്കുന്ന ഒരു വിശാലമായ കല്ലുപാത, ഇടയ്ക്കിടയ്ക്ക് ശിലയിൽ തീർത്ത ഇരിപ്പിടങ്ങൾ, കല്ലുബെഞ്ചുകൾ, ഇവ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വിശ്രമം നൽകുന്നു. മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ ഒഴുകുന്ന നർമ്മദയുടെ മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിൽ പതിയുന്നു. മുന്നോട്ട് നീങ്ങുമ്പോൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു കല്ലുവാതിലാണ്. ആകാംക്ഷ ഉണർത്തുന്ന തന്ത്രമയമായ ഒരു കവാടം. പൈതൃക ശൈലിയോടുള്ള ചേതനയുടെ കല്ലിൽ തീർത്ത ഭാഷ്യം പോലെ അത് നമ്മെ മറ്റൊരു ലോകത്തേക്ക് ക്ഷണിക്കുന്നു. വാതിലിന്റെ ചുറ്റുമായി വൃത്താകൃതിയിൽ ചുറ്റിപ്പറ്റിയ മതിലുകൾ. വൃത്താകൃതിയിലുള്ള ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ ക്ഷേത്രം. ഏകദേശം 125 അടി വ്യാസമുണ്ട്. മുൻപിൽ കാണുന്നത് വൃത്താകൃതിയിലുള്ള ചുറ്റും 81 ദേവതാ ശില്പങ്ങളാൽ ചുറ്റപ്പെട്ട മധ്യത്തിൽ ശിവശക്തിയുടെ പ്രതിമയുള്ള ശില്പമണ്ഡലം. ഈ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ഇത് ഉദ്ദേശപൂർവമാണ്. നൈസർഗിക വെളിച്ചം യോഗിനികളിൽ നേരിട്ട് പതിക്കാനാണ് ഈ തുറന്ന രൂപം. ആകാശത്തോട് ബന്ധം നഷ്ടപ്പെടാതെ തന്ത്രശാസ്ത്രപരമായ ദിശാസമത്വവും ചക്രസ്ഥിതിയും നിലനിർത്താനുള്ളതാണ് ഈ ആശയം. ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് ആകാശമണ്ഡലത്തിന്റെ ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ആകൃതി എന്നാണ്. മധ്യേ ശിവലിംഗം, ചുറ്റിനും യോഗിനികൾ, ശിവനും ശക്തിയും. ചൗസട്ട് യോഗിനി പേരിൽ തന്നെ ഒരു ആകർഷണീയത. ചൗസട്ട് എന്നാൽ ഹിന്ദിയിൽ 64 എന്നാണ് അർത്ഥം. അതുപോലെ യോഗിനി എന്നാൽ തപസ്സിലൂടെ ആത്മജ്ഞാനം നേടിയ ദിവ്യ സ്ത്രീ അഥവാ താന്ത്രികമായ ആത്മശക്തിയെ കൈവരിച്ച സ്ത്രീ ദേവത എന്നാണ് അർത്ഥം. അവരുടെ തന്ത്രപരവും അത്ഭുതജനകവുമായ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത്. 64 യോഗിനികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ 81 ശിലാമൂർത്തികളാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. സംഖ്യയിലെ വ്യത്യാസം ക്ഷേത്രത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒന്നായി പലരും കണക്കാക്കുന്നു. ചുറ്റുമായി കാണുന്ന 64 യോഗിനി ശില്പങ്ങൾ, ഓരോന്നിൻ്റെയും ഭാവം, രൂപം, ഹസ്തമുദ്രകൾ എന്നിവയെല്ലാം വ്യത്യസ്തം. ചിലർക്ക് 4 കൈകൾ, ചിലർക്ക് പാമ്പുകളും പക്ഷികളുമാണ് അലങ്കാരങ്ങൾ. ചിലത് ഭയാനക മുഖച്ഛായയുള്ളതും ചിലത് ശാന്തമായി നിലകൊള്ളുന്നതുമാണ്. പക്ഷേ അവരെല്ലാം ശക്തിദേവിയുടെ വിവിധ തന്ത്രരൂപങ്ങളാണ്. ശക്തിയുടെ ഭിന്നരൂപങ്ങൾ, പ്രപഞ്ചം നിയന്ത്രിക്കാൻ ശിവൻ സൃഷ്ടിച്ച ദിവ്യത്വങ്ങൾ. തന്ത്രത്തിൽ ഇവയെയൊക്കെ സൂക്ഷ്മശക്തികൾ എന്നാണ് വിളിക്കുന്നത്. ശിവനും ശക്തിയും ചേർന്ന അർദ്ധനാരീശ്വര രൂപമാണ് മധ്യത്തിൽ. ശിവൻ ബോധമാണ്, ശക്തി പ്രവർത്തനമാണ്. ഇരുവരുടെയും ഐക്യമാണ് സൃഷ്ടിയുടെ മൂലതത്വം. ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 10ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാലാചൂരി രാജവംശത്തിലെ രാജാവ് യുവരാജ് രണ്ടാമനാണ് ഈ ക്ഷേത്രം പണിതതെന്ന് പറയപ്പെടുന്നു. തന്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുവിദ്യ ഇവ മൂന്നും ഒന്നിച്ചാണ് ഈ ആഖ്യാനം ശില്പരൂപത്തിൽ ഉണ്ടായത്. പിന്നീട് മുഗൾ ആക്രമണകാരികൾ ഈ മനോഹരമായ പ്രതിമകൾ നശിപ്പിക്കുകയും വികൃതമാക്കുകയും ചെയ്തു. പക്ഷേ അവയുടെ ശക്തിയും ഭാവങ്ങളും ഇനിയും മങ്ങിയിട്ടില്ല. ചൗസട്ട് യോഗിനി ക്ഷേത്രം ഇന്ന് യുനെസ്കോയുടെ ടെൻറ്റേറ്റീവ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതീയ തന്ത്രശാസ്ത്രത്തിന്റെ, വാസ്തുവിദ്യയുടെ, ആത്മവിദ്യയുടെ ഒരു അദ്വിതീയമായ തട്ട് തന്നെയാണിത്. ചൗസട്ട് യോഗിനി ക്ഷേത്രം ഒരു സന്ദർശനമല്ല, ഒരു അനുഭവം തന്നെയാണ്.
ഗർഭഗൃഹം അഥവാ കേന്ദ്ര ശ്രീകോവിൽ ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പണി കഴിപ്പിച്ചത്. കാലാചൂരി രാജാവായ ഗായകർണന്റെ ഭാര്യയായ രാജ്ഞി അൽഹാന ദേവി AD 1155 ഇത് നിർമ്മിച്ചതാകാമെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഗൗരീശങ്കര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇതിൽ കാളയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ശിവന്റെയും പാർവതിയുടെയും ശിലാവിഗ്രഹമുണ്ട്. ക്ഷേത്രം സമുച്ചയത്തിന്റെ കൃത്യമായ മധ്യത്തിലല്ല, മറിച്ച് തെക്കുകിഴക്കായി അല്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗർഭഗൃഹം ചതുരാകൃതിയിലും ലളിത ശൈലിയിലും പണിതതാണ്. അതിൻ്റെ നിസാരമായ രൂപത്തിനുള്ളിൽ ഉള്ളടക്കം ശക്തിയും സമത്വവും പ്രതിനിധീകരിക്കുന്നു. ശിവനും ശക്തിയും ചേർന്ന് കാണപ്പെടുന്ന ആ ആകൃതി ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യത്തിൻ്റെയും ആത്മീയ സമത്വത്തിൻ്റെയും അടയാളമാണ്. ഗർഭഗൃഹത്തിന് ചുറ്റുമുള്ള വിചിത്ര ശില്പങ്ങൾ വാസ്തവവും കലാത്മകതയും ഒരുപോലെ കൂട്ടിച്ചേർത്തവയാണ്. ജബൽപൂരിലെ പ്രധാന ആകർഷണമാണ് മാർബിൾ റോക്സും ധുവാന്തർ വെള്ളച്ചാട്ടവും. നർമ്മദ നദിയിലാണ് ധുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മാർബിൾ പാറകളുടെ ഇടുങ്ങിയ മലയിടുക്കിലൂടെ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം അതിശയകരമായ ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു. ധുവാന്തർ എന്ന വാക്കിൻ്റെ അർത്ഥം പുകയും ഒഴുക്കുമെന്നാണ്. കാരണം ജലത്തുള്ളികൾ പാറകളിൽ ഇടിക്കുമ്പോൾ പുക പോലുള്ള ഒരു പ്രഭാവം സൃഷ്ടിക്കുന്നു. ഹിന്ദു ദേവതയായ നർമ്മദ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചൗസട്ട് യോഗിനി ക്ഷേത്രം കാണുന്നത് ഒരു ചരിത്ര ദർശനമല്ല, ഒരു അനുഭവമാണ്. ഇതുപോലുള്ള ദൃശ്യങ്ങൾ ഒരിക്കൽ കാണുകയാണെങ്കിൽ മനസ്സിലെന്നും പതിഞ്ഞിരിക്കും. ഇതുപോലെ മറ്റ് ചരിത്രയാത്രകളുമായി വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.